നമ്മളിതിൽ ആദ്യം കണ്ടതുപോലെ തന്നെ ഇമേജസിന് ജീവൻ കൊടുക്കുക എന്ന് പറയുന്ന പോലെ ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇതിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് തന്നെ ഇമേജസിൽ കൊച്ചു കൊച്ചു മൂവ്മെൻറ്റ്സ് വരുത്താൻ പറ്റും. അപ്പോൾ അത് വെറൊരു ഇമേജ് കാണുന്നതിൽ നിന്നും ഒരുപടി മുമ്പിലായിരിക്കും ഉള്ളത്. അപ്പോൾ നമുക്ക് അതൊരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. ആ ആപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതിൽ എത്ര പെട്ടെന്ന് എളുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്ത് എടുക്കാം എന്നുള്ളതും കൂടെ ഒന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് സിയോട്രോപിക് എന്നാണ്. ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് ആദ്യം കുറച്ച് പെർമിഷൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുക, അതൊക്കെ അലൗ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ഇവിടെയുള്ള 3 ലൈൻ കാണും, അതിൽ ടച്ച് ചെയ്യുക. എന്നിട്ട് ന്യൂ മെമ്മറി എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. എന്നിട്ട് ഗാലറിയിൽ നിന്ന് നമുക്ക് ഫോട്ടോ ചൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം. പുതിയൊരെണ്ണം എടുക്കണമെങ്കിൽ ക്യാമറ എന്നുള്ളത് ചൂസ് ചെയ്യാം. ഞാൻ ഇപ്പോൾ ഗാലറി ചൂസ് ചെയ്തു. അതിനുശേഷം ഞാനൊരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഇതിൽ നമുക്ക് മോഷൻ കൊടുക്കാനായിട്ട് ഇവിടെ മോഷൻ എന്ന് പറയുന്നൊരു ബട്ടൺ ഉണ്ട്. അത് ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയാണോ മോഷൻ കൊടുക്കേണ്ടത് അവിടെ ടച്ച് ചെയ്ത് ഒരു ഡയറക്ഷൻ വരച്ച് കൊടുത്താൽ മതി. അപ്പോൾ താഴോട്ടാണെങ്കിൽ ടച്ച് ചെയ്ത് താഴോട്ട് ഡ്രാഗ് ചെയ്യാം, മുകളിലോട്ടാണെങ്കിൽ ടച്ച് ചെയ്ത് മുകളിലോട്ട് ഡ്രാഗ് ചെയ്യാം. നമുക്കത് നീളം എത്ര വേണമെങ്കിലും കൊടുക്കാം. ചെറുതായിട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അപ്പോൾ ചെറിയ മോഷനേ ഉണ്ടാവുള്ളൂ. നമുക്കിതാദ്യം ഒന്ന് സൂം ചെയ്യാം. അതിന് സൂം ബട്ടൺ കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സൂം ചെയ്താൽ മതി. അതിനുശേഷം ഞാൻ വീണ്ടും മോഷൻ എടുത്ത് ജസ്റ്റ് ഇവിടെ ടച്ച് ചെയ്ത് ശകലം ഒന്ന് ഡ്രാഗ് ചെയ്യും. ഇങ്ങനെ കുറച്ച് ഭാഗത്ത് എല്ലാം ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിത് പ്ലേ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം ഈ സൈഡിലുള്ള സാധനങ്ങളും കൂടെ താഴോട്ട് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മൊത്തത്തിൽ ഒരു ബ്ലർഡായിട്ടായിരിക്കും കാണുന്നത്. അപ്പോൾ അത് മാറ്റാനായിട്ട് നമ്മുടെ അവിടെ ഉള്ള മോഷൻ മാത്രം ഓഫ് ചെയ്യണം. അതായത് അവിടെ മോഷൻ വരരുത്. അതിന് നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പ്രിവ്യൂ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് മോഷൻ വേണ്ടാത്ത ഭാഗങ്ങളിലെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ സൂം ചെയ്തിട്ട് ആഡ് ചെയ്യണം. ജസ്റ്റ് ടച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ അവിടെ ഒരു റെഡ് ഡോട്ട് വരും, നമുക്കത് കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഭാഗങ്ങളിലൊന്നും മോഷൻ വരില്ല. അപ്പോൾ നമുക്ക് കാണാം ജസ്റ്റ് ആ ഒരു വാട്ടർഫോളിന് മാത്രമേ മൂവ്മെൻ്റ് ഉള്ളൂ. ഇത് കണക്ക് നിങ്ങൾക്ക് എന്തിൽ വേണമെങ്കിലും നമ്മളുടെ ഒരു ക്രിയേറ്റിവിറ്റി അനുസരിച്ച് മൂവ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഈ ഒരു മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പകുതിയാണ് വെച്ചിരിക്കുന്നത്, അത് നമുക്ക് കൂട്ടാം. അപ്പോൾ ഇതിന് സ്പീഡ് കൂടുന്നതായിട്ട് കാണാൻ പറ്റും. വേണമെങ്കിൽ അത് കുറച്ചും വയ്ക്കാം. ഒരു 50% വയ്ക്കുന്നതായിരിക്കും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിനെ വീഡിയോ ആയിട്ട് സേവ് ചെയ്തെടുക്കാം. അതിന് ഈ 3 ഡോട്ടിൽ ടച്ച് ചെയ്യുക, സേവ് ഓർ എക്സ്പോർട്ട് എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം വിത്ത് ലോഗോ എന്നുള്ളത് കൊടുക്കുക. വിത്തൗട്ട് ലോഗോ ആണെങ്കിൽ അതൊരു പെയ്ഡ് വെർഷനാണ്. വിത്ത് ലോഗോ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം MP4 സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ജനറേറ്റ് ആയി വരും. നമുക്കത് ഗാലറി പോയി എടുക്കാം. എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ അപ്ലോഡ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ വാട്സാപ്പിൽ എവിടെയെങ്കിലും അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കണും കൂടെ വരും. അതും കൂടെ എനേബിൾ ചെയ്ത് വെച്ചിരുന്നാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.